ലോകത്തിൽ ശോഭിക്കുവാൻ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച കർത്താവ്, അങ്ങയുടെ ഗിരിപ്രഭാഷണത്തിലൂടെ ഞങ്ങളുടെ അരുളി ചെയ്ത ആ വിശുദ്ധ വചനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, പഠിക്കുവാൻ ഞങ്ങൾ തിരുവാലയത്തിലായിരിക്കുന്നത്. ഞങ്ങളുടെ ചിന്തകളെ ഒരുപോലെ അങ്ങ് പരിശുദ്ധാത്മാവിനെ വാഴ്ത്തി നൽകണം. വചനകേൾവി ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണം. യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ. ഇരിക്കാം. ലോക പ്രശസ്ത സാഹിത്യകാരൻ മഹാനുമായ ലിയോ ടോൾസ്റ്റോയ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ജീവിക്കുന്ന കാലത്തെ ക്രിസ്ത്യാനികളുടെ ജീവിതം എന്നെ സ്വാധീനിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ദാരിദ്ര്യത്തെക്കാൾ രോഗത്തെയും മരണത്തെയും നശിപ്പിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള, അതായത് നിത്യജീവനെക്കുറിച്ചുള്ള ആശയം എന്നിൽ രൂഢമൂലമാകുന്നത് ഒരാളുടെ പ്രവൃത്തികൾക്കുണ്ട്. എന്നാൽ ക്രൈസ്തവർ പ്രസംഗിക്കുന്നതല്ലാതെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നില്ല. ക്രൈസ്തവർ പ്രസംഗിക്കുന്നതല്ലാതെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നില്ല. ദൈവജനം ഉപ്പും വെളിച്ചം. നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഇതാണ്. ആരാണ് ദൈവജനം? ദൈവത്തിൻ്റെ ജനം. നമ്മൾ പറയും അബ്രഹാമിലൂടെ വിളിച്ചു വേർതിരിച്ചു, മോശയിലൂടെ ഇസ്രയേലിലെ അടിമത്വത്തിൽ നിന്നും ഇസ്രയേൽ ജനമായി വിളിച്ചു വേർതിരിച്ച നാമാണ് ദൈവജനം. ശരിയാണ്. കട്ടതയിലും കണ്ണുനീരിലുമായിരുന്ന ദൈവജനം നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ച് ആരാധിക്കുവാൻ വിളിച്ച് വേർതിരിച്ച് പ്രത്യേക ജനമാക്കി വെച്ചു. ഈ ജനത്തിൻ്റെ 5 സവിശേഷതകളുണ്ട്. ദൈവത്താൽ വിളിച്ചു വേർതിരിച്ച ജനം, ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിച്ച ജനം, ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ച ജനം, യഹോവയാം ദൈവത്തെ ആരാധിച്ച ജനം, ദൈവത്തിൻ്റെ കൽപ്പന മോശയിലൂടെ സ്വീകരിച്ച ജനം. ഈ 5 പ്രത്യേകതകളാണ് ദൈവജനത്തിനുള്ളത്. അതിലേറ്റവും ഒടുവിലത്തതാണ് പ്രധാനം. ദൈവത്തിൻ്റെ കൽപ്പനകൾ, മോശയിലൂടെ ലഭിച്ച കൽപ്പനകൾ സ്വീകരിച്ച ജനം. അവിടെ നിന്ന് തീരുന്നില്ല. സ്വീകരിക്കുക മാത്രമല്ല, അത് ഗ്രഹിച്ച് ഈ കൽപ്പനകൾ ദൈനംദിന ജീവിതത്തിൽ പാലിക്കുന്നവരാണ് ദൈവജനം. കേട്ടവർ, ഗ്രഹിച്ചവർ, അനുസരിക്കുന്നവർ. കേട്ടവർ, സ്വീകരിച്ചവർ, ഗ്രഹിച്ചവർ, അനുസരിച്ചവർ, അവരാണ് ദൈവജനം. പുതിയ നിയമ കാലഘട്ടത്തിൽ ആരാണ് ദൈവജനമെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവെന്ന് നാവ് കൊണ്ട് ഘോഷിക്കുന്നവരാണ് ദൈവജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ മറ്റാർക്കും അവകാശപ്പെടാത്ത പദവിയാണ്. ശ്രേഷ്ഠരാണ് നമ്മളെന്ന് മനസ്സിലാക്കുക. ഇന്ന് വായിച്ചു കേട്ട 27-ാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ഈ ദൈവജനം ദൈവത്തിൻ്റെ മുഖം എപ്പോഴും അന്വേഷിക്കുന്നവരാണ്. മുഖം അന്വേഷിക്കുക, ദൈവത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നവരാണ് ഈ ജനം. അവർ ദൈവത്തിൻ്റെ തേജസ്സിൽ വസിക്കുന്നവരാണ്. പിന്നെയോ ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കുന്നവരാണ്. ഈ ദൈവജനത്തിൻ്റെ പ്രത്യേകതകൾ 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. മുഖം അന്വേഷിക്കുക. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. മുഖം അന്വേഷിക്കുക. കാരണം ഒരാളുടെ മുഖമാണ് വ്യക്തിത്വത്തെ കാണിക്കുന്നത്. നമ്മുടെ ദൈവമായി കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. മോശ ചോദിച്ചു, ദൈവമേ, എനിക്കതിന്റെ പേര് എന്തെന്നറിയാം. കാരണം മറ്റനേകം കുട്ടി ദൈവങ്ങൾ, ദൈവസങ്കല്പങ്ങൾ, വിഗ്രഹങ്ങൾ അവരുടെ മുമ്പിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് മോശ പറയുകയാണ്, ഞാൻ പറയുന്നത് കേട്ട്, ഞാൻ പറഞ്ഞത് കേട്ട് എന്നോടൊപ്പം ഇറങ്ങിത്തിരിച്ച ഒരു ജനമുണ്ട്. അവരുടെ മുമ്പിൽ ചെങ്കടൽ നിന്നപ്പോ ഞാൻ വടി നീട്ടി ഈ ചെങ്കടൽ ചിറയായി നിന്നു. തുറന്നിലും നടുക്കും കൂടെ ഉണ്ടായി, അതിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു. പുറകെ തിരിഞ്ഞു നോക്കിയപ്പോ ഫറവോന്റെ സൈന്യം വന്നു. അവർ ഈ കടലിന്റെ അടുത്തേക്ക് എത്തിയപ്പോ അതവരെ മൂടി ഞങ്ങൾ രക്ഷപ്പെട്ടു.
മരുഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോ ഇറച്ചി തിന്നാൻ ആഗ്രഹം തോന്നി. മുകളിലോട്ട് നോക്കി പ്രാർത്ഥിച്ചു. കാടപ്പക്ഷിയും മണ്ണയും കൊണ്ട് ജനത്തെ നിറച്ചു. വെള്ളം കിട്ടാതെ ഞങ്ങൾ പല ദിവസം വലഞ്ഞു. മാറായി അടിച്ചു, അത് മധുരമാക്കി തീർത്തു. പാറയെ അടിച്ചപ്പോ മാറ അതിനെ മനോഹരമാക്കി തീർത്തു, രുചിയുള്ള വെള്ളമാക്കി തീർത്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ദൈവമേ, നിന്റെ പേരെന്ത്? ദൈവം പേര് പറഞ്ഞു കൊടുത്തില്ല. കാരണം നമ്മുടെ ദൈവം ഒരു പേരിൽ വസിക്കുന്നവനല്ല, മറിച്ച് പ്രവൃത്തിയിൽ വസിക്കുന്നവനാണ്, പ്രവൃത്തിയിൽ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവജനം ദൈനംദിനമുള്ള ജീവിതത്തിൽ അവരുടെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ സൗന്ദര്യവും ദൈവത്തിൻ്റെ വ്യക്തിത്വവും പ്രകടിപ്പിക്കുന്നവരായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക, മുഖം അന്വേഷിക്കുക. എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ കഴിയുക? ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാൻ കഴിയുന്നത് അതിരാവിലെ ധൃതിയോട് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുമോ, കർത്താവേ, ഇന്നലെ വെട്ടിയിട്ട മരത്തുണ്ടുകളെ പോലെ ഞങ്ങൾ കിടന്നുറങ്ങി. നമ്മുടെ പൂർവികന്മാർ പ്രാർത്ഥിച്ചിരുന്നതാണ്. ഇന്നത്തെ ആളുകൾ അങ്ങനെ പ്രാർത്ഥിക്കില്ല. കർത്താവെ, ചെവിയിൽ 2 ഗുളികകളും കയറ്റി വെച്ച് മൊബൈൽ ഫോണും അടുത്ത് കിടന്ന് ഞങ്ങൾ ഉറങ്ങി, ഞങ്ങളെ ഉണർത്തി. എന്നാൽ പണ്ട് നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മച്ചിമാരും പ്രാർത്ഥിച്ചിരുന്നത്, കർത്താവെ, വെട്ടിയിട്ട മരത്തുണ്ടുകളെ പോലെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി. ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി. എത്ര നല്ല പ്രാർത്ഥന! ഇന്നുള്ള കുട്ടികൾ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുമോ? രാവിലെ കുടുംബ പ്രാർത്ഥന ഉണ്ടോ നമ്മുടെ വീട്ടിൽ? അത് രാവിലെ പരിശോധിച്ചറിയാൻ പറ്റും. ഇതൊക്കെ വേണം, അതൊക്കെ ഉള്ളതാണ് ദൈവജനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക എന്ന് വെച്ചാൽ അതിരാവിലെ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മെ തന്നെ നന്ദി പറഞ്ഞ് സമർപ്പിക്കുന്ന അനുഭവത്തിന്റെ പേരാണ് അന്വേഷണം എന്ന് പറയുന്നത്. അല്ലാതെ കുരിശടികൾ തോറും ദൈവമുണ്ടോ ദൈവമുണ്ടോ, പുണ്യസ്ഥലങ്ങൾ തോറും ദൈവമുണ്ടോ ദൈവമുണ്ടോ, തീർത്ഥാടനത്തിന് പോയി ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് പേരല്ല. അതിരാവിലെ മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ അവിടുത്തെ മുഖം അന്വേഷിക്കുന്നതാണ്. ഇനി എന്താ ദൈവത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്? ദൈവത്തിന് സൗന്ദര്യമുണ്ടോ? ഉണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തിയിലാണ് സൗന്ദര്യം. അന്യന്റെ നീതി പിടിച്ചു വെക്കാതെ, അന്യന്റെ ന്യായം മുടക്കിക്കളയാതെ, അന്യന്റെ അവകാശം നഷ്ടപ്പെടുത്താതെ അവന് വേണ്ടി ചില കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതിന്റെ പേരാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാ ഈ സൗന്ദര്യം, നമുക്ക് ഈ മുഖത്തിന്റെ സൗന്ദര്യം മാത്രമേ അറിയൂ. അങ്ങനെ ഈ മുഖസൗന്ദര്യം നോക്കി പോകുന്നവരൊക്കെ കുറെ കഴിയുമ്പോൾ ഏതാണ്ട് കഴിച്ചു തുടങ്ങും, മതിയാക്കി തുടങ്ങും. അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നീതിയും ന്യായവും വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നടക്കുന്ന സൗന്ദര്യം. പിന്നെ പറയുന്നു ദൈവത്തിന്റെ തേജസ്, പ്രഭാപൂർണമായ ഒരു ജീവിതം. നമുക്ക് അതിന് പരിചയമുള്ള ജീവിതം എന്ന് പറയുന്നത് മദർ തെരേസയുടെ ജീവിതാനുഭവം. കൽക്കട്ടയിലെ മദർ തെരേസയുടെ ആശ്രമം പലതവണ പോയി സന്ദർശിച്ചിട്ടുണ്ട്. അവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല, മരണശേഷമാണ്. അവിടെ പോകുന്നവർക്കറിയാം, അവർ പ്രാർത്ഥിച്ചിരുന്ന ചാപ്പലിൽ മദർ ഇരുന്നതുപോലെ അവരുടെ ഒരു പ്രത്യേകമായ ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മദർ തെരേസ, ആ മദർ ഒരു കൊന്തു ചൊല്ലി പ്രാർത്ഥിക്കുന്ന അനുഭവം, അവർ തറയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം, ആ രൂപത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ പോലും ദൈവത്തിന്റെ തേജസ് നിറയുന്നത് പോലെ തോന്നും. എന്താണ്? ദൈവത്തിന്റെ വചനം ജീവിതത്തിൽ പാലിച്ച് അതിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന ഒരു റിഫ്ലക്ഷനാണ് ഈ തേജസ് എന്ന് പറയുന്നത്. ആ തേജസ്സിൽ നിലനിൽക്കുന്ന അനുഭവം. പിന്നെയോ ദൈവത്തിന്റെ കാരിസ്, ദൈവത്തിന്റെ കൃപ, അതിൽ എപ്പോഴും നമ്മളിങ്ങനെ നിലനിൽക്കുന്ന അനുഭവം. ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ സ്വന്തം നീതി കൊണ്ട്? ലോകം, ശാസ്ത്രം അതിലൊക്കെ വളർന്ന് പന്തലിച്ച് എന്തും ചെയ്യാം. ദൈവമുണ്ടോ എന്നുപോലും ഒക്കെ ചോദിച്ച്, ദൈവം മരിച്ചിരിക്കുന്നു എന്ന് വീക്ഷ എന്ന് പറയുന്ന ഒരു തത്വചിന്തകൾ പറഞ്ഞു. ദൈവം മരിച്ചു, ഇനി ദൈവത്തെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ COVID-19 അത് മനുഷ്യൻ കൊടുത്ത പേരാണ്. കൊറോണ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മജീവി ലോകത്തെ
പിടിച്ചപ്പോ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു കൈവിട്ടു പോയി, പുറത്തു ചാടിപ്പോയി, വുഹാനിൽ നിന്നും പുറത്തു ചാടിപ്പോയി, പിടിച്ചിട്ട് കിട്ടുന്നില്ല. അത് കോഴിയാണെങ്കിൽ പിടിച്ച് കൂട്ടിലിടാറ്, പശുക്കുട്ടിയാണെങ്കിൽ കൈകൊണ്ട് കെട്ടി തൊഴുത്തി കെട്ടാറ്, പക്ഷെ പിടിക്കാനും കിട്ടുന്നില്ല, കാണാനും കിട്ടുന്നില്ല. എന്താ തകിടം മറിച്ച ഈ വൈറസ് പറയുകയാണ് ദൈവമുണ്ടെന്നാണ്. ദൈവമുണ്ടെന്നാണ് പറയുന്നത്. മനുഷ്യന്റെ എല്ലാ സങ്കല്പങ്ങളും അവതാളത്തിലായി. മുഖം വ്യക്തിത്വത്തെ കുറിക്കുന്നു, സൗന്ദര്യം വിശേഷതയെ കുറിക്കുകയാണ്, തേജസ് ഗുണത്തെ സൂചിപ്പിക്കുകയാണ്, കൃപയോ നമ്മുടെ അവകാശം. അപ്പന്റെ മക്കൾക്ക് അവകാശമുള്ളതുപോലെ, അപ്പനിൽ നിന്നും അവകാശമുള്ളതുപോലെ ദൈവത്തിന്റെ കൃപ എന്നത് നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് ദൈവജനമായ നാം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവരായി, ദൈവത്തിന്റെ സൗന്ദര്യം അന്വേഷിക്കുന്നവരായി, ദൈവത്തിന്റെ തേജസ് അതിൽ നിലനിൽക്കുന്നവരായി, ദൈവത്തിന്റെ കൃപയിൽ വളർന്നവരായി തീരണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളിത് വായിച്ചു കേട്ട ലേഖനപാഠം പറയുന്നത് ആർക്കാണ് ഈ അവകാശമുള്ളത്? അവിടെ 4 കാര്യങ്ങൾ പറയുന്നു. സ്നേഹത്തിൽ നടക്കുന്നവർക്ക്, ദുർനടപ്പ് ഇല്ലാത്തവർക്ക്, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാഷണം. ഒട്ടച്ചൊല്ല് പറയാൻ പാടില്ല, ചീത്ത വാക്ക് പറയാൻ പാടില്ല, കളിവാക്ക് പറയാൻ പാടില്ല. ചീത്ത വാക്ക് പറയുക ഡിക്ഷണറിയിൽ ഇല്ലാത്ത പദങ്ങൾ നമുക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തതാണ്. പലപ്പോഴും കുട്ടികളെയൊക്കെ സ്വാധീനിക്കുന്നത് സിനിമ നല്ലതാണ്, നല്ല സിനിമകളൊക്കെ പോയി കാണുന്നത് കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിനകത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും നിലവാരം കുറഞ്ഞ ചില പദപ്രയോഗങ്ങൾ, സീരിയലുകൾ. ഇപ്പൊ നമ്മളെ പറയും പലരും ലഹരിക്കടിമയാണ്. കഞ്ചാവ് വലിക്കുന്നവരെ അവൻ ലഹരിക്കടിമയാണ്, സിഗരറ്റ് വലിക്കുന്നവരെ പറയും അവന് ലഹരിക്കടിമയാണ്, മദ്യം വിദേശ മദ്യമോ ചാരായമോ കള്ളോ കുടിക്കുന്നവർ അവൻ ലഹരിക്കടിമയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സീരിയൽ കാണുന്ന സമയത്ത് കറണ്ട് കെട്ട് വന്നാൽ എന്തൊരു അങ്കലാപ്പായിരിക്കും നമുക്ക്. കുടുംബ വിളക്കി കൊടുക്കും. അങ്ങനെ ഒരു സീരിയൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഉടഞ്ഞ പാത്രം എന്നൊരു സീരിയൽ എന്ന് വെച്ചോ, നിങ്ങൾക്ക് പുതിയ സാധനം. അപ്പോഴും കറണ്ട് പോയി. അപ്പോൾ വീട്ടിലുള്ള ആണുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഏതെങ്കിലുമൊക്കെ ആ സമയത്ത് ഇങ്ങനെ ചാറ്റാനും ചീറ്റാനും കഴിയും. സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ എന്തൊരു വൈകല്യമാണ് ഇല്ലേ? പിന്നെ ഏതാണ്ട് ഇതിന്റെ പേര് ലഹരി എന്നാണ്. കള്ളുപിടിക്കുന്നവർ മാത്രമല്ല, ഞാൻ കള്ളുപിടിക്കാറുടെ കൂട്ടത്തിലല്ല, നിങ്ങളങ്ങനെ പറയുന്നത്. ലഹരി എന്ന് പറയുന്നത് ഇതാണ്, അത് വേണ്ടെന്നല്ല വേണം. ഞാൻ പറയുന്നത് മനസ്സിലായോ? അപ്പൊ ഇതിൽ നിന്നാണ് കുട്ടികൾക്ക് ഇതൊക്കെ കിട്ടുന്നത്. അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കുക. ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ഇടവകയിൽ ഒരു സൺഡേ സ്കൂളിലെ കുഞ്ഞു വന്നപ്പോഴും ഈ ആൺപട്ടിയുടെ എതിർലിംഗത്തെ വിളിക്കും. ഞാനത് പരസ്യമായിട്ട് പറയുന്നു. അവനിങ്ങനെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ വിളിക്കുന്നു, പിന്നെ അവൻ്റെ എല്ലാവരും അങ്കിളെന്നാണ് പള്ളിയിലുള്ളവരൊക്കെ വിളിക്കുന്നു. അങ്കിളുമാരൊരുപാട് ചേട്ടന്മാരൊക്കെ. അപ്പൊ അവരെയൊക്കെ ഇവൻ ഈ ആൺപട്ടിയുടെ എതിരിലെന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ഇവൻ ഇങ്ങനെ അവർ അച്ഛനെ മാത്രം വിളിച്ചില്ലെന്നേ ഉള്ളൂ, കാരണം വേഷം ഇട്ടിരിക്കുന്നതുകൊണ്ട് അച്ഛനെ മാത്രം വിളിച്ചില്ല. അപ്പൊ എന്താണ് ഇവൻ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് അന്വേഷിച്ചു. ഞാൻ ആരോടും പറഞ്ഞില്ല. അവിടെ പോയി പ്രാർത്ഥനയ്ക്കൊക്കെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ആ വീട്ടിലെ അപ്പൂപ്പൻ തൻ്റെ പ്രായമുള്ള അമ്മച്ചിയെ വിളിക്കുന്ന പദമാണ് ഈ ആൺപട്ടിയുടെ എതിർലിംഗം. മനസ്സിലായി? അപ്പൊ ഇത് ആർക്കാണ്? എത്രയോ വയസ്സെളുപ്പമുള്ള ഈ 4 വയസ്സ് 5 വയസ്സ് പ്രായം വരും ആ കുട്ടിക്ക് ഇത് കിട്ടി. അവൻ സൺഡേ സ്കൂളിൽ നഴ്സറി ക്ലാസ്സിൽ വന്നിരുന്നിട്ട് തൻ്റെ അടുത്തുള്ള കൂട്ടുകാരിയെ വിളിക്കുകയാണ് ആ പദം, അവന്റെ ടീച്ചറിനെ വിളിക്കുകയാണ്. അവൻ അറിഞ്ഞുകൂടാ ഇത് പാപമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്ന്, അത് പാപമാണോ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അജ്ഞാത തിമിരം നമ്മെ ബാധിച്ചിരിക്കുക. അവർ ദൈവജനമല്ല. സന്തോഷത്തോടെ ആഭരണങ്ങളൊക്കെ ഇട്ട് സ്നേഹത്തിലും സുഖത്തിലും ദീനത്തിലും സമ്പത്തിലും ഒക്കെ എന്നൊക്കെ പറഞ്ഞു ചുട്ടിയിൽ അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ചൊക്കെ അങ്ങനെ ഇറങ്ങി വീട്ടിൽ കൊണ്ടു ചെന്ന് ഒരാഴ്ച കഴിയുമ്പോൾ വിളിക്കുന്ന പദം
എത്ര മനോഹരമായ പദമാണ്. അതുകൊണ്ട് അവർ ദൈവജനമല്ല. ഇന്നത്തെ ലേഖനമാണ് നമ്മൾ വായിച്ചു നോക്കണം. നമ്മുടെ ഭാഷണം എങ്ങനെയായിരിക്കുന്നു? പൊട്ടച്ചൊൽ, ചീത്തവാക്ക്, കളിവാക്ക്, ഇതൊന്നും പറയരുത്, പറയാൻ പാടില്ല. നമുക്കത് യോജിച്ചതല്ല. പിന്നെയോ എന്തുമാത്രമാണ് നമ്മൾ പറയേണ്ടത്? സ്തോത്രം മാത്രം. സ്തോത്രം മാത്രമാണ് നാം പറയുന്നത്. സ്തോത്രം, നന്ദി പറയും ദൈവത്തിന് എല്ലായ്പ്പോഴും എന്ന് പറയുമ്പോൾ എന്ത് പറയുമ്പോഴത്തേക്ക് സ്തോത്രം സ്തോത്രം എന്ന് പറയുന്നത് സ്തോത്രമായി പോകും. ഇങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും നല്ലത് പറഞ്ഞ് നല്ലത് ചിന്തിച്ച് നല്ലവരായി തീർന്നു. നമ്മുടെ ഈ ചിന്തയുടെ മുഖ്യമായ ഭാഗത്തേക്ക് നാം വരിക. കർത്താവ് പറയും, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തൊന്നുകൊണ്ട് രസം വരുത്താം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. വളരെ ശ്രദ്ധിക്കേണ്ട രണ്ടു കാര്യങ്ങളാണ് യേശു പറഞ്ഞത്. തൻ്റെ ശിഷ്യന്മാരെ നോക്കിയല്ല, പിന്നെയോ തൻ്റെ മുമ്പിൽ കൂടിയ ഓക്ലോസ്, പുരുഷാരം. പുരുഷാരം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. കാരണം അവിടെ പരീക്ഷന്മാരുടെ ഗണമുണ്ട്, ഏറ്റവും കൂടുതൽ അരിസ്ട്രോക്രാറ്റ്സ്, ഭൂവുടമകളുണ്ട്. യേശുവിൻ്റെ വചനം കേൾക്കാനായിട്ട് പല തട്ടിലുള്ളവരുമുണ്ട്. പക്ഷേ ഈ ഓക്ലോസ് എന്ന് പറയുന്നത് വിലയില്ലാത്ത ആളുകളാണ്. അവർ സാധാരണ ജനമാണ്, കോമൺ പീപ്പിൾ, സാധാരണ ജനം. ഈ യവത്തപ്പമാണ് അവരുടെ ഭക്ഷണം. യവം കൊണ്ടുള്ള ഭക്ഷണം പാവപ്പെട്ടവരുടെ ഭക്ഷണമാണ്. ഈ ഓക്ലോസ് അവിടെ കൂടി, ഈ പുരുഷാരം ഇങ്ങനെ കൂടി, നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത, നയിക്കാൻ ആരുമില്ലാത്ത, വേദന കേൾക്കാൻ ആരുമില്ലാത്ത രോഗികൾ, അംഗഹീനർ, അന്ധർ, ഇങ്ങനെയുള്ള സാധാരണ ജനം ഒരുമിച്ച് കൂടി തിരികെ വന്നപ്പോൾ ഇവരോട് സംസാരിക്കുവാനാണ് യേശു മലമേൽ കയറിയത്. അവിടെ കയറി യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ. നമ്മൾ സാധാരണഗതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുള്ളത് ശരിയാണ്. ഉപ്പ അലിയും കേടുപാടുകളൊക്കെ കൂടാതെയൊക്കെ സൂക്ഷിക്കും, പിന്നെ അത് രുചി വരുത്തും, വളരെ ശരിയാണ്. പക്ഷേ യഥാർത്ഥമായി യേശു കാരമുള്ള ഉപ്പും കാരമില്ലാത്ത ഉപ്പിനെ കുറിച്ച് പറഞ്ഞതിനകത്ത് ഒരു ചെറിയ പശ്ചാത്തലം എന്താണെന്നറിയാമോ? പലസ്തീനിൽ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴും ഒക്കെ അവർ വീട്ടിന് പുറത്താണ് അടുപ്പ് കൂട്ടുന്നത്. ഇഷ്ടിക കൊണ്ട് അടുപ്പ് കൂട്ടും, അടുപ്പുകൾ കൂട്ടും. വീട്ടിനകത്തല്ല, അടുപ്പ് കൂട്ടും. അടുപ്പ് കൂട്ടിയിട്ട് അതിൽ തീ കത്തിക്കുമ്പോൾ ചൂട് നിലനിൽക്കാനായി ഉപ്പ് വിതറും. ഉപ്പ് ചൂട് നിലനിർത്താനായി അടുപ്പിനകത്തും അടുപ്പിൻ്റെ പുറഭാഗത്തുമൊക്കെ ഉപ്പ് ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാകും. ഇത് കുറേ നാൾ ഉപയോഗിക്കും. കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ കത്തിക്കുന്ന അടുപ്പിൻ്റെ ചൂട് നിലനിൽക്കും. കുറേ നാൾ കഴിയുമ്പോൾ കത്തിച്ച് വരുമ്പോൾ ഈ ചൂട് നഷ്ടപ്പെടും, ഉപ്പിന് അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അവർ ഈ അടുപ്പ് പൊളിച്ച് ഈ ഉപ്പിനെ കളയും, വഴിയോരത്ത്. അപ്പോൾ ആളുകൾ ആ ഉപ്പിൽ ചവിട്ടിക്കൊണ്ടുപോകും. ചൂട് കൊടുക്കുന്ന ഈ അവസ്ഥയിൽ ഉപ്പ് കാരമുള്ളതാണ്. ഉപ്പിന്റെ പ്രധാന ഗുണം രുചി വരുത്തുന്നത്, കറിക്ക് ഉപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഭക്ഷണം പാചകം ചെയ്യാനുള്ള അടുപ്പിന് ചൂട് നിലനിർത്തുന്ന ഒരു ലവണമാണ് ഉപ്പ്. അത് ചൂടുള്ളത് വരെ ഉപയോഗപ്രദമാണ്. ചൂട് കഴിയുമ്പോൾ ഈ ഉപ്പിനെ ഉപയോഗക്ഷമതയില്ലാതെ പുറത്തുപോയി ഉപയോഗശൂന്യമായി തീരും. ഈ ജനത്തെ കണ്ടിട്ട് യേശു പറയുകയാണ്, എൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് തളർന്നവർക്ക് ചൂട് പകരുന്ന അവസ്ഥയിൽ നിങ്ങളായിത്തീരണം. ആർക്കും വേണ്ടാത്തവരായിട്ട് നിങ്ങൾ ഒക്ലോസ് ആയി പോകരുത്. നിങ്ങളുടെ പുറത്താരും ചവിട്ടിക്കൊണ്ടു പോകരുത്. നിങ്ങളെപ്പോഴും ചൂട് പകരുന്നവരായി. ക്രൈസ്തവരായ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ചൂട് നിലനിർത്തുക, തണുത്ത അവസ്ഥയിൽ നിന്നും ചൂട് നിലനിർത്തുക, യേശുവിനുള്ള വിശ്വാസത്തിൽ ചൂട് നിലനിർത്തുക. നമ്മുടെ കുടുംബാംഗങ്ങളിൽ വിശ്വാസത്തിന്റെ ചൂട് നഷ്ടപ്പെടുമ്പോൾ ചൂട് നിലനിർത്തുക. അതാണ് കാരമുള്ളത്. എത്ര ശ്രേഷ്ഠമാണ് യേശുവിൻ്റെ ആ ഒരു രൂപക പ്രയോഗം. അത് രുചി പകരുന്നതാണ്, അരിവ് ചെയ്യുന്നതാണ്, ശരിയാണ്. പക്ഷേ ചൂട് നിലനിർത്തുന്ന അനുഭവം എന്ന് പലപ്പോഴും തളർന്ന അനുഭവത്തിൽ നാമായി തോന്നിയിട്ടുണ്ട്. പലരും
രോഗം, COVID-19, കൊറോണ, ഇതൊക്കെ തളർന്ന അവസ്ഥയിലാണ്. പക്ഷേ യേശുവിന്റെ വചനത്തിൽ, യേശുവിലൂടെ നമുക്കിതിനെ തട്ടിമുണർത്തിയും ചൂട് നിലനിർത്തുന്ന അനുഭവത്തിൽ ആയിത്തീരുന്നതിന്റെ പേരാണ് കാരമുള്ള ഉപ്പ്. 2, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി തീരാനാണ് പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി തീരും. സഭയുടെ വെളിച്ചമായി തീരാനല്ല പറയുന്നത്, ലോകത്തിന്റെ വെളിച്ചം. ക്രൈസ്തവരുടെ വലിയ ദൗത്യം ലോകത്തിന്റെ വെളിച്ചമായി തീരാൻ. ഉദാഹരണം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പലസ്തീനിൽ ഏതാണ്ട് 18 സെന്റിമീറ്ററാണ് അവരുടെ കൊച്ചു കൊച്ചു കിളിവാതിൽ ജനലുകളുടെ ദൈർഘ്യം, നീളമെന്ന് പറയും. 18 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇതാണ് അവരുടെ ജനൽ. അപ്പോൾ ഒറ്റ ജനലേ ഉണ്ടാവുള്ളൂ വീട്ടിൽ, വാതിൽ തന്നെ കുനിഞ്ഞു കയറും. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ ഒരു തണ്ട് വെച്ചിരിക്കും. ആ തണ്ട് ഈ വിളക്ക് കത്തിച്ച് വെക്കാൻ വേണ്ടി. വിളക്ക് പ്രധാനമാണ്. ഒറ്റത്തിരിയുള്ള അതിനെ എണ്ണയോ മറ്റെന്തെങ്കിലും ഒക്കെ ഒലിവെള്ളം മറ്റെന്തെങ്കിലും ഒക്കെ വെച്ച് ഈ തിരി കത്തിച്ചു വെക്കും. ഇത് കത്തിച്ച് വെച്ചില്ലെങ്കിൽ അതിനകത്ത് കയറുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. അവരുടെ തല കട്ടിടമേൽ മുട്ടും, അകത്ത് കയറി അന്ധകാരം പൂർണ്ണമായി അവരായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ കത്തിച്ച ഈ വിളക്ക് നിങ്ങൾ എവിടെ വെക്കണം? പറയുടെ കീഴിൽ വെക്കരുത്. നെല്ലും മറ്റുമൊക്കെ സംഭരിച്ചു വെച്ചിരിക്കുന്ന പറയുടെ കീഴിൽ വെക്കരുത്. പിന്നെയോ തണ്ടിന്മേൽ ഉയർത്തി വെച്ചാൽ ഇത് എല്ലാവരും കാണും എന്ന് പറയുകയാണ്. നമ്മുടെ ജീവിതമാകുന്ന തണ്ടിൽ യേശുവാകുന്ന വെളിച്ചത്തെ പ്രകാശിപ്പിച്ചാൽ ഇത് ലോകം കാണും, ലോകത്തിന് പ്രകാശമായി തീരും എന്ന് പഠിപ്പിക്കുന്നു. ഏറ്റവും വലിയ മാനേജ്മെന്റ് തിയറിയാണ് യേശു പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തളർച്ചയുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുള്ളവരാക്കി തീർക്കുക. അന്ധകാരനിബിഡമായ ഇടങ്ങൾ പ്രകാശമായി തീരുക. ക്രൈസ്തവന്റെ ദൗത്യം ഇതാണ്. നിങ്ങളിവിടെ ഒരു റിപ്പോർട്ടിൽ വായിച്ചു കേട്ടു, സേലം മിഷൻ ഫീൽഡിൽ പോയി ഏതാണ്ട് 3 വർഷത്തിലധികം മകായിയുടെ വകയിൽ ഡിപ്പാർട്ട്മെന്റിൽ ചുമതല ഞാൻ വഹിച്ചു. എല്ലാ സ്റ്റേറ്റുകളിലുമൊക്കെ പോയി ഈ മിഷണറിമാരെയും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ മോൻ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ എന്നോടൊപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. മിഷൻ ഫീൽഡിൽ നിങ്ങൾ സേലത്ത് പോയി, ഞാൻ പറയുന്നു, അടുത്ത് നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ ഫസ്റ്റ് മിഷൻ ഫീൽഡിൽ പോകണം. 8 അഭിമന്യ യേശുദാസൻ തിരുമേനിയുടെ ദർശനത്തിൽ തുടങ്ങിയ മിഷൻ ഫീൽഡ്. അവിടുത്തെ ആദ്യത്തെ മിഷൻ ഫീൽഡ് നമ്മുടെ ഇപ്പോഴത്തെ ബിഷപ്പിൻ്റെ സഹധർമ്മിണിയുടെ പിതാവ് ജോൺ വിക്ടർ അച്ഛനാണ് ആദ്യത്തെ മിഷണറി. അവിടെ പോയി ഒക്കെ കാണണമെന്താണ്. ഇന്നും മിഷൻ പ്രവർത്തനം ധാരാളമുണ്ടെങ്കിലും തലയിൽ നേരെ എണ്ണ തേക്കാത്ത, വസ്ത്രം ധരിക്കാത്ത, നായെ ഭർത്താവായി സ്വീകരിക്കുന്ന, പാമ്പിനെ വീട്ടിൽ വളർത്തി അതിനെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്ന സംസ്കാരമുള്ള ഇടമാണ്. അന്തരയിൽ തെലങ്കാനയിലൊക്കെ ഇതൊക്കെ സംഭവിക്കും. ഇവിടെയൊക്കെ നമ്മളൊന്ന് പോയി കാണണം. നമ്മുടെ കൊറോണയൊക്കെ മാറിയിട്ട് നമുക്കൊരു മിഷണറി സമയമാവണം. ഇവിടെയൊക്കെ പോയി കണ്ടിട്ട് എന്താണ് അഭിമന്യ യേശുദാസൻ തിരുമേനിയിലൂടെ ഈ ദർശനം വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞ പ്രകാശം, റിംഗഡ് ടൗബയിലൂടെ, ജോൺ കോക്സിലൂടെ, സാമുവൽ മെറ്റീരിയലിലൂടെ, ജോൺ ഡെതിയിലൂടെ ഞങ്ങൾ അറിഞ്ഞ പ്രകാശം മറ്റൊരു സ്ഥലത്തേക്ക് കൊടുക്കണം. ആ ദർശനമാണ് ഇന്ന് അഭിമന്യ ധർമ്മരാജവസാനം തിരുമേനിയിലൂടെ എല്ലാ സ്റ്റേറ്റിലും നമ്മുടെ മിഷൻ പ്രവർത്തനം വ്യാപിച്ചിരിക്കുകയാണ്. യേശുവിനെ അറിയാത്തവർക്ക് യേശുവിനെ കൊടുക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം അറിഞ്ഞ സുവിശേഷത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമ്മുടെ ജീവിതം പ്രകാശപൂർണ്ണമായി തീരുമോ, ഉപ്പായി തീരുമോ? അതിന് നമുക്ക് കഴിയും. നീ നിന്നിൽ തന്നെ നോക്കുക. നിന്നിലുള്ള സാധ്യത എന്തെന്ന് തിരിച്ചറിയുക. അപാരമായ സാധ്യതകളാണ് ദൈവം നമ്മിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഞാനൊന്നിനും കൊള്ളാത്തവനല്ല എന്നുള്ള ചിന്തയല്ല. നീ ഒരു വലിയ പ്രകാശം, ഒരു വലിയ ദീപസ്തംഭമാണ്. നമ്മുടെ സഭ ഒരു വലിയ ദീപസ്തംഭമാണ്. ഇതിൽ പ്രകാശിപ്പിക്കുവാൻ, ഇതിലെ അംഗങ്ങളായിരുന്നു പ്രകാശിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു, ദൈവജനമായി വിളിച്ചിരിക്കുന്നു. അതിന് നമുക്ക് ചാലകങ്ങളാകുവാൻ കഴിയുമോ? ഉണരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന.
ദൈവജനമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്ന ഈ ലോകത്തിനുപ്പായി ലോകത്തിൻ്റെ വെളിച്ചമായി അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് ചൂട് നഷ്ടപ്പെട്ട ഇടങ്ങളിൽ കാലമുള്ള ഉപ്പായി ചൂട് പകർത്തുവാൻ, ചൂട് നിലനിർത്തുവാൻ, അന്ധകാരപരമായ ലോകത്തിന് പ്രകാശമായി തീരുന്നു അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഉണരട്ടെ. കർത്താവേ, ഈ ആരാധനയിലൂടെ ഞങ്ങളോട് സംസാരിച്ചു. അങ്ങേക്ക് നന്ദി, സ്തോത്രം. കൃപയായി നടത്തിക്കുന്നേക്കും സന്തോഷമുള്ള ഒരാഴ്ച ഞങ്ങൾക്ക് നൽകണം. കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമെന്ന്